നമ്മളുടെ പ്രിയപ്പെട്ട ചെടികളിൽ വെള്ളീച്ചയും മുഞ്ഞയും ഉറുമ്പുമൊക്കെ വന്നു നിറയുമ്പോൾ സങ്കടപ്പെടാത്തതായി ആരാണുള്ളത്? അതിനായി നമ്മൾ പലപ്പോഴും കടകളിൽ പോയി കീടനാശിനികൾ വാങ്ങിക്കാറുണ്ട്. അത് ചെടികൾക്കെന്ന പോലെ നമ്മൾക്കും ഉപദ്രവകാരിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു കീടനാശിനിയാണ്. അപ്പോൾ നമുക്ക് ആ കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ? എൻ്റെ വീഡിയോയിൽ ഏറ്റവും അധികം കാണുന്നതാണല്ലേ ഈ ഒരു ചെമ്പരത്തി. കാണാനുള്ള ഭംഗി പോലെ തന്നെ അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. നമ്മളുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൽ വെള്ളീച്ചയും മുഞ്ഞയും അതേപോലെ ഉറുമ്പൊക്കെ വന്ന് കൂടുകൂട്ടും. ഇതാ നോക്കിയേ, എന്ത് ഭംഗിയാ കാണാനായിട്ടല്ലേ. ഇവിടെ ഇപ്പോൾ ബൊഗേൻ വില്ലാസിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ. ഇതാ നോക്കിയേ, എംസാൻഡിൽ നിൽക്കുന്നതിൽ പോലും എത്രത്തോളം പൂക്കളാണ് ഉണ്ടാവുന്നതെന്ന്. അതേപോലെ തന്നെ നിറച്ചു മുട്ടുകളും ഉണ്ട്. കണ്ടില്ലേ എത്രത്തോളം മുട്ടുകളാണ് അതിലുണ്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ മാത്രം പോരാ, ഇതേപോലെയുള്ള കീടനാശിനികൾ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അതും നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നവ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിനു മുന്നേയും ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കീടനാശിനികൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു മുല്ല കണ്ടില്ലേ, ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ ഈ ഒരു മുല്ല നടുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ കൊമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ നോക്കിയേ, ഇപ്പം ഇലകളും നിറച്ചു പൂവുകളും ഒക്കെ ആയി വരുന്നുണ്ട്. ഇത് എൻ്റെ മകൻ്റെ അംഗനവാടിയിൽ നിന്നും കൊടുത്തുവിട്ട വിത്തിൽ നിന്നും മുളച്ച പാവയ്ക്കാണ്. ഇവിടെ അങ്ങനെ പാവയ്ക്ക വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ, ആരും അങ്ങനെ കഴിക്കാറുമില്ല. പക്ഷേ നമ്മളുടെ വീട്ടിലുണ്ടാവുന്നതാവുമ്പോൾ അതൊരു സ്പെഷ്യലല്ലേ, മൂപ്പായിന്ന് തോന്നുന്നു അല്ലേ. ദാ ഒരു വെള്ള കളറൊക്കെ വരുന്നുണ്ട്. ഞാനിത് എന്തായാലും പറിച്ചെടുത്തിട്ടുണ്ട്. വലിപ്പം കുറവാണെന്ന് തോന്നുന്നു, എങ്കിലും നമ്മളുടെ വീട്ടിലുണ്ടായതല്ലേ, എന്തായാലും ഞാൻ കറി വയ്ക്കും. ദാ ഈ ഒരു ചെമ്പരത്തി കണ്ടോ, നമ്മളുടെ മഞ്ഞ ചെമ്പരത്തിയാണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു ചെമ്പരത്തി കൂടി നിൽക്കുന്നുണ്ട്. ഒടിഞ്ഞു പോയൊരു കൊമ്പ് ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നു പോയി വെച്ചതാണ് കേട്ടോ. ഇതാ നോക്കിയേ, അതിൽ മുട്ടായിട്ടുണ്ട്. ഇത് നല്ല റെഡ് കളറിലെ ചെമ്പരത്തിയാണ്. ദാ ഇത് തന്നെ, ഈ സെയിം ചെമ്പരത്തിയാണ് കേട്ടോ ആ നിൽക്കുന്നത്. ഇനി നമ്മുടെ പ്രധാന പ്രശ്നത്തിലേക്ക് വരാം. ദാ എൻ്റെ ഈ ഒരു ചെമ്പരത്തി കണ്ടോ, ഞാൻ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. റോസാപ്പൂ നിൽക്കുന്ന പോലെ ഒരുപാട് ഇതളുകളായിട്ട് നിൽക്കുന്ന ചെമ്പരത്തിയാണ്. ലവ് ബേർഡ്സ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ. കാരണം ഞാൻ ഈ നെറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ വിചാരിച്ചത് അവർക്കുള്ള തുളസിയിലയോ പനിക്കൂർക്കയിലയോ ആണെന്നൊക്കെയാണ്. ഞാൻ പാവയ്ക്ക് കാണിച്ചു കൊടുത്തു എൻ്റെ കയ്യിൽ ഇതാണുള്ളതെന്ന്. അപ്പോൾ ദാ നമ്മുടെ ചെടിയുടെ ക്ലോസ് ആയിട്ടുള്ള ഒന്ന് നോക്കിയേ, കണ്ട ഇത്രത്തോളം ആ ചെടിയെ അത് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടുകൾ വന്നത് തന്നെ കരിഞ്ഞുപോയി. അപ്പോൾ ഇതിനെ ഒഴിവാക്കാനായിട്ടുള്ള കീടനാശിനിയാണ് നമ്മൾ ഇന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളുടെ കണ്ണൊന്ന് തെറ്റുമ്പോൾ സംഭവിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് കീടനാശിനി തയ്യാറാക്കിയാലോ? ഇതാണ് കേട്ടോ നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എടുക്കുന്നത് ഈ ഒരു ബോട്ടിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ബോട്ടിലാണ് കീടനാശിനിയൊക്കെ റെഡിയാക്കുന്നത്. പിന്നെ അടുത്തത് എടുത്തു വെച്ചിരിക്കുന്നത് 1 കുപ്പി വെളിച്ചെണ്ണ. നമുക്ക് അത്രയും വെളിച്ചെണ്ണ ആവശ്യമില്ല കേട്ടോ, കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ വിനാഗിരി, കൂടെ ഒരു ലിക്വിഡ് ഡിഷ് വാഷും. ഇത്രയാണ് നമുക്ക് നമ്മളുടെ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ, എങ്കിലല്ലേ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം തന്നെ വിനാഗിരി. ഇതിലെ അസിഡിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളെ തുരത്താൻ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഓയിലിൻ്റെ ഡ്യൂട്ടി എന്താ? ഓയിലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്
ഈ പ്രാണികളുടെയും കീടങ്ങളുടെയും ശ്വസനം തടയുക എന്നുള്ളതാണ്. ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ ലിക്വിഡ് ഡിഷ് വാഷ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെള്ളവും എണ്ണയും തമ്മിൽ ഡൈല്യൂട്ട് ആവേണ്ടതുണ്ട്. അത് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയാണ് നമ്മളുടെ ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റ് ഡബിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1 ടീസ്പൂണിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം വിനാഗിരി കേട്ടോ. ഞാൻ ലിക്വിഡ് എടുത്ത അതേ ടീസ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഡൈല്യൂട്ട് ആവാനുള്ളതാണല്ലോ. അപ്പോൾ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിക്വിഡ് എടുക്കാം. അത് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, മുഴുവനായിട്ട് എടുക്കണം എന്നില്ല. എന്നിട്ട് ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബോട്ടിൽ അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ മാജിക് കീടനാശിനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെടികളിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം കഠിനമായ വെയിലത്താണ് ഇത് അടിക്കുന്നതെങ്കിൽ നമ്മളുടെ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇലകളുടെ അടിയിൽ വെള്ളീച്ചകൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ മുകളിൽ അടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇലകളുടെ അടിയിലും അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇലയൊന്ന് പൊക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലും അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം എല്ലായിടത്തേക്കും സ്പ്രെഡായി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കീടനാശിനി അടിക്കുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്രാണികൾ പോകുന്നതാണ്. ഇനി ഈയൊരു കീടനാശിനിയുടെ ഫലം ഒന്നും കൂടി എളുപ്പമാക്കണമെങ്കിൽ, ഒന്നും കൂടി എഫക്റ്റീവ് ആക്കണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു 3-4 കാന്താരിമുളകും 5 വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ച് വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുത്താൽ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ കാന്താരിമുളക് സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം തന്നെ ഒരു ചെടിയുടെ ഇലകളിൽ മാത്രം ഒന്ന് അടിച്ചു നോക്കുക. പിറ്റേ ദിവസം വേറെ കുഴപ്പമൊന്നും ആ ഇലകൾക്ക് കാണുന്നില്ലെങ്കിൽ മാത്രം വിനാഗിരി ചേർത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് കുറക്കുക. എല്ലാ ചെടികൾക്കും വിനാഗിരി പറ്റണമെന്നില്ല. ഞാൻ ഇടയ്ക്ക് ഇത് ചെയ്തു കൊടുക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരളവിൽ തന്നെ എടുത്തത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായി ഞാൻ കീടനാശിനി ചേർത്ത് കൊടുത്തിട്ട്, അതുകൊണ്ട് ഇവിടെയുള്ള ചെമ്പരത്തിക്ക് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാസത്തിലൊരിക്കൽ ഇങ്ങനെ തയ്യാറാക്കി കീടനാശിനി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അസുഖങ്ങൾ മാറുന്നതുവരെ ആഴ്ചയിലൊരിക്കൽ തന്നെ ചേർത്ത് കൊടുക്കുക. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാസത്തിൽ 1 തവണ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കടയിൽ നിന്നും നമ്മൾ കെമിക്കൽ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസ അതിനു വേണ്ടി കളയേണ്ടതായിട്ടും വരും. അത് മാത്രമല്ല നമ്മളുടെ ചെടികൾക്ക് അത്ര നല്ലതുമല്ല. ഇതാവുമ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതുമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം തന്നെ മതിയാവും. അത് മാത്രമല്ല നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളുമാണ്. അതേപോലെ തന്നെ ഈ ഒരൊറ്റ ലായന കൊണ്ട് തന്നെ നമ്മളുടെ ചെടികളിൽ ഉണ്ടാവുന്ന മുഞ്ഞ, വെള്ളീച്ച, അതേപോലെയുള്ള ഉറുമ്പുകൾ എല്ലാത്തിനും ഫലപ്രദമായി നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എൻ്റെ മുളക് തൈയിൽ അത്യാവശ്യം മുരടിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ, എല്ലാം മാറി നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ,
നിങ്ങളുടെ വീട്ടിലെ പൂച്ചെടികൾക്കും ഇതേപോലെ പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കോട്ടോ. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ. അതേപോലെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. അതേപോലെ ഇത് ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കൂടി ഒന്ന് പറയണേ. അപ്പൊ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.